ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. കാസർകോട്ടെ പ്രമാദമായ റിയാസ് മൗലവി വധക്കേസിൽ നിർണായക വിധി വന്നിരിക്കുന്നു. കേസിലെ 3 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ജോസഫ് ഉണ്ട്. ജോസഫ്, 2017 നടന്ന സംഭവമാണ്. 7 വർഷത്തിന് ശേഷമാണ് വിധി പ്രസ്താവം ഉണ്ടാകുന്നത്. എന്തായാലും നിർണായക വിധി തന്നെയാണ് വന്നിരിക്കുന്നത്. 3 പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി നിരീക്ഷിച്ചത്? ഭദ്ര, ഇന്ന് കോടതി കൂടിയപ്പോൾ ഈ കേസിൽ ഒറ്റ ഒരു വാക്കിലാണ് വിധി പ്രസ്താവിച്ചത്. അതായത് 3 പ്രതികളെയും വെറുതെ വിടുന്നു എന്ന് മാത്രമാണ് ഈ കേസിൽ പ്രസ്താവന ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻ കോടതിയുടേതാണ് ഈ വിധി. 1-ാം പ്രതിയായിട്ടുള്ള അജേഷ്, 2-ാം പ്രതിയായിട്ടുള്ള നിതിൻ കുമാർ, 3-ാം പ്രതിയായിട്ടുള്ള അഖിലേഷ് എന്നിവരെയാണ് ഈ കേസിൽ ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്. 2017 മാർച്ച് 20-നായിരുന്നു ഈ ദാരുണമായ സംഭവം. കാസർഗോട്ടെ തന്നെ ഏറ്റവും പ്രമാദമായ വർഗീയ സംഘർഷങ്ങളിൽ ഒന്നായിട്ടാണ് ഇത് കരുതപ്പെടുന്നത്. നീണ്ടു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഈ വിധി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ ഏറെ പ്രതീക്ഷയോടെയായിരുന്നു കുടുംബം ഉണ്ടായിരുന്നത്. ഏതൊക്കെയും റിയാസ് മൗലവിയുടെ ഭാര്യയും കുട്ടിയും ബന്ധുക്കളും അടക്കമുള്ളവർ, ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ അടക്കമുള്ളവർ ഇവിടെ വിധി കേൾക്കാൻ എത്തിയിരുന്നു. പക്ഷെ അവർക്ക് ഏറ്റവും നിരാശാജനകമായിട്ടുള്ള ഒരു വിധിയാണ് ഇവിടെ നിന്ന് കേൾക്കേണ്ടി വന്നത്. റിയാസ് മൗലവിയുടെ ഭാര്യ നിറകണ്ണുകളുമായി കോർട്ടിന്റെ മുൻപിൽ നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഈ കേസിൽ ഏതൊക്കെയായാലും അപ്പീൽ പോകാൻ തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയുടെയും കുടുംബത്തിന്റെയും തീരുമാനം. ഈ 2017 മാർച്ച് 21-നാണ് ഈ കേസ് നടക്കുന്നത്. ഈ താമസ സ്ഥലത്ത് കയറി റിയാസ് മൗലവിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. RSS പ്രവർത്തകരായിട്ടുള്ള കേളുകുടയിലെ അജേഷ്, നിതിൻ കുമാർ, അഖിൽ എന്നിവരാണ് ഈ പ്രതികൾ. അന്ന് തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വർഗീയ സംഘർഷം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആസൂത്രിതമായി ചെയ്ത ഒരു കൊലപാതകമാണെന്നാണ് ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയായാലും കേസിന്റെ വിചാരണ വേളയിൽ 97 സാക്ഷികളെ കോടതി വിശദീകരിച്ചു. 215 രേഖകളും 45 തൊണ്ടി മുതലുകളുമൊക്കെയാണ് ഈ കേസിൽ ഹാജരാക്കിയത്. അന്നത്തെ ക്രൈംബ്രാഞ്ച് SP ആയിരുന്ന A ശ്രീനിവാസന്റെ മേൽനോട്ടത്തിൽ അന്നത്തെ ഇൻസ്പെക്ടർ PK സുധാകരനാണ് ഈ കേസ് അന്വേഷിച്ചത്. സംഭവം നടന്ന് 3 ദിവസത്തിനുള്ളിൽ തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്തു. 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചു. പിന്നീട് വിചാരണ കാലഘട്ടത്തിൽ 7 തവണയാണ് വിധി പറയാൻ വേണ്ടി ഈ കേസ് മാറ്റിയത്. ഈ ജഡ്ജിമാർ സ്ഥലം മാറി പോകുന്നത് മൂലം ഈ കേസിന്റെ വിധി നീണ്ടുപോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഏതൊക്കെയായാലും കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നിരാശാജനകമായിട്ടുള്ള ഒരു വിധിയാണ് ഈ കോടതിയിൽ നിന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 3 പ്രതികളെയും, അതായത് കുടുംബം ആരോപിക്കുന്നത് ഈ 3 പ്രതികളിൽ ഒതുങ്ങിപ്പോയ ഒരു കേസാണ്. പക്ഷേ അതിൽ കൂടുതൽ ഗൂഢാലോചന ഉണ്ട് എന്നൊക്കെ കുടുംബം ആരോപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്കിൽ പോലും ഈ പ്രതികളെ ആരും തന്നെ ശിക്ഷിക്കാനായിട്ടില്ല. ഇതുവരെ ഈ കേസിൽ പിടിയിലായതിനു ശേഷം അവർക്ക് പലതവണ ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഏതൊക്കെയായാലും 3 പ്രതികളെയും ഇപ്പോൾ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. ഭദ്ര. ജോസഫ്, അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യമാണ്. മാത്രമല്ല ഈ 3 പ്രതികളും RSS പ്രവർത്തകരാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ കുറ്റപത്രത്തിലടക്കം പറയുന്നുണ്ട് ഇതിന് പിന്നിൽ ഒരു ആസൂത്രിത നീക്കം ഉണ്ട്. ഇപ്പോൾ കുടുംബവും ആരോപിക്കുന്നു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ കേസിന്റെ വിചാരണ കാലയളവ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിരവധി തവണ മാറ്റിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, ജഡ്ജിമാരെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്തരമൊരു വിധി വരുമ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധം ഇതിനുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും പ്രതികരണങ്ങൾ വീട്ടുകാരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കേസ് വാദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വിധി പ്രസ്താവം വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നമുക്കതിനെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയുമോ? ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു പ്രതികരണം നടത്താൻ കുടുംബം തയ്യാറായിട്ടില്ല. കാരണം അവർ വളരെ നിരാശയിലാണുള്ളത്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ല. ഒരു ന്യായമായിട്ടുള്ള ഒരു വിധി പോലും അവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അവർ ആരോപിക്കുന്ന കാര്യം. ശക്തമായ അന്വേഷണം നടന്നു, ശക്തമായ പ്രോസിക്യൂഷൻ വാദിച്ചു. പക്ഷേ ഈ കേസിൽ എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. ഏതൊക്കെയായാലും കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. ഭദ്ര. ശരി ജോസഫ്, എന്തായാലും ലൈനിൽ തുടരണം. നമുക്ക് ഇപ്പോൾ റിയാസ് മൗലവിയുടെ ബന്ധുക്കളുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് അത് ഞങ്ങൾ ആലോചിച്ചിട്ട് തീരുമാനിക്കും. അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഞങ്ങളെല്ലാവരും ആലോചിച്ചിട്ട് തീരുമാനമെടുക്കും. ജഡ്ജ്മെൻറ്റ് കണ്ടതിന് ശേഷം നമ്മളിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം കഴിഞ്ഞ 7 വർഷമായി പ്രതികൾ ജയിലിലാണ്. പല കാര്യങ്ങളുമായി ഹൈക്കോടതിയൊക്കെ സമീപിച്ച പോലും ഈ കേസിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയാണ് കോടതി ഒരിക്കലും ജാമ്യം പോലും നൽകാത്തൊരു കേസായിരുന്നു. വീണ്ടും ജോസഫിലേക്ക് വരികയാണ്. ജോസഫ്, തീർച്ചയായും അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറയുന്ന ഒരു
നിർണായകമായിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഇത്രയും വർഷമായിട്ടും പ്രതികൾക്ക് ജാമ്യം ലഭിക്കാത്തൊരു കേസാണ്. അവർ അത്രമാത്രം പ്രതീക്ഷ വെച്ചിട്ടുണ്ട് ഈ പ്രതികൾക്ക് തക്കതായിട്ടുള്ള ഒരു വിധി തന്നെയായിരിക്കും കിട്ടുക എന്നുള്ള ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്നിപ്പോൾ കോടതി വളപ്പിൽ അവരെത്തിയതും. പക്ഷേ ഒറ്റ വാക്കിൽ പറയുന്നു 3 പ്രതികളെയും വെറുതെ വിടുന്നു എന്നുള്ളത്. തീർച്ചയായും ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് തന്നെയാണ് വീട്ടുകാരും ആരോപിക്കുന്നത്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? മറ്റ് പ്രതികരണങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ ജോസഫ്? പ്രധാനമായിട്ടും ഈ കേസ് ഉണ്ടായ ഒരു സാഹചര്യത്തിൽ തന്നെ കാസർഗോട്ട് യാതൊരുവിധ സാമുദായിക സംഘർഷങ്ങളും ഉണ്ടാകാതിരിക്കാൻ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ മറ്റ് സാമുദായിക സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ ജാഗ്രതയാണ് കടത്തിയത്. നമ്മൾക്കറിയാവുന്നതുപോലെ കാസർഗോട്ട് സാമുദായിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. പക്ഷെ 2015 ശേഷം അല്ലെങ്കിൽ 2018 ശേഷം ഇത്തരത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ വിധി എങ്ങനെയാണ് മതേതര മനസ്സ് സ്വീകരിക്കുന്നത് എന്നാണ് ഈ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ അടക്കം ചോദിക്കുന്നത്. ഇതിൽ ഈ കുറ്റകൃത്യത്തിന്റെ കാരണമായി പറയുന്നത്, അതായത് ഈ റിയാസ് മൗലവിയെ ഒരു തവണ പോലും കണ്ടിട്ടില്ലാത്ത ആളുകളാണ്, ഇയാളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത ആളാണ്, വർഗീയ സംഘർഷം ഉണ്ടാക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടെയാണ് ഇവർ ഈ കൊലപാതകം ചെയ്തത്. അത് വളരെ ദാരുണമായിരുന്നു. ഈ മദ്രസയിൽ കയറി ഇദ്ദേഹത്തിന്റെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. അതത്ര പൈശാചികമായിട്ടുള്ള ഒരു കുറ്റകൃത്യം 7 വർഷത്തിന് ശേഷം, അതായത് അന്ന് തെളിവുകളുടെ അഭാവം ഉണ്ടായിരുന്നില്ല, വലിയ രീതിയിൽ പ്രതികളെ ചേർത്ത് വലിയ രീതിയിൽ തെളിവുകൾ ശേഖരിച്ച് അത് ശാസ്ത്രീയമായി കൊണ്ടുവന്ന് അതിനുശേഷം ഈ കോടതി മൂന്ന് ദിവസത്തിനുള്ളിൽ പ്രതികളെ പിടികൂടി അത്ര വളരെ ക്ലിയർ ആയി ഒരു അന്വേഷണം നടത്തി വളരെ നല്ല രീതിയിൽ പ്രോസിക്യൂഷൻ വാദിച്ചിട്ടും ഈ കേസിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും ആർക്കും അറിയാത്ത കാര്യമാണ്. ആശ്ചര്യകരമായിട്ടുള്ള ഒരു വിധിയാണ്, നിരാശാകരമായിട്ടുള്ള ഒരു വിധിയാണ് എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഇവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, അതായത് സാമുദായിക സംഘർഷം ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രതികൾ പ്രവർത്തിച്ചത്. ഈ 3 പേരിലേക്ക് ഈ കേസിന്റെ അന്വേഷണം ചുരുങ്ങിപ്പോയി എന്നും അവർ ആരോപിക്കുന്നുണ്ട്. ഏതൊക്കെയായാലും വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു വിധി കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നു. ഇതിനെ എങ്ങനെയാണ് കാസർഗോട്ടെ മതേതര മനസ്സ് സ്വീകരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഏതൊക്കെയായാലും കാസർഗോഡ് പ്രമാദമായ റിയാസ് മൗലവി വധക്കേസിലെ നിർണായക വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 3 RSS പ്രവർത്തകരെയും പ്രതികളായിട്ടുള്ള 3 RSS പ്രവർത്തകരെയും കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയാണ് പ്രതികളെ വെറുതെ വിട്ടത്. അതേസമയം ഇത് ദുഃഖകരമായിട്ടുള്ള ഒരു വിധിയെന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. വിധി വേദനാജനകമാണെന്ന് കുടുംബവും ആരോപിക്കുന്നു. ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. അപ്പീലിന് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ജോസഫാണ് വിശദാംശങ്ങൾ നൽകിയത്.